ഹോസ്പിറ്റലുകളിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്ന കോഴ്സുകളെ പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അഥവാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ ഏറ്റവും പോപ്പുലർ ആയത് കോവിഡിന് ശേഷമാണ്. ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സർട്ടിഫിക്കേഷൻ കോഴ്സുകളും ഡിപ്ലോമോ കോഴ്സുകളും എന്തിനധികം BBAയിൽ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു എലക്റ്റീവായിട്ട് പോലും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എന്താണ്, ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി സാധ്യതയുണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം എന്തൊക്കെ തരം കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബാച്ചുലർ ഡിഗ്രി തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം ഉള്ളത് BBA ആണ്. ഈ BBAയിൽ ചിലർ BBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, ചിലർ BBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയും, ചിലർ BBA എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരുപാട് എലക്റ്റീവ് ഓപ്ഷൻസ് ഉള്ളതിൽ ഒരു എലക്റ്റീവായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇട്ടേക്കും. വേറൊന്നെന്ന് പറയുന്നത് BSc ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ആ തരത്തിലും കോഴ്സുകളുണ്ട്. ഈ പറയുന്ന രണ്ട് കോഴ്സുകളും നമ്മൾ +1നും +2നും ഏത് സ്ട്രീം എടുത്താലും, നോട്ട് ദ പോയിന്റ്, BSc ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഏത് കോഴ്സ് എടുത്തവർക്കും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പക്ഷേ BSc ലെവലിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് BBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനേക്കാളും നമ്പർ ഓഫ് കോഴ്സസ് ഇൻ ദ കൺട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. ഇതാണ് ബാച്ചുലർ ഡിഗ്രി തലത്തിൽ കിടക്കുന്ന കോഴ്സ്. ഇനി രണ്ടാമതൊരു കോഴ്സ് കിടക്കുന്നതെന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രി തരത്തിലുള്ള കോഴ്സാണ്. മാസ്റ്റർ ഡിഗ്രിയിൽ MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. BBAയുടെ ചേട്ടനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ ഏത് ബാച്ചുലർ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും ആ ഒരു കോഴ്സിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ MHA, അതായത് മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതും ഏത് തരത്തിലുള്ള ബാച്ചുലർ ഡിഗ്രി എടുത്തവർക്കും പോകാവുന്ന MHA കോഴ്സുകളുണ്ട്. പക്ഷേ നോട്ട് ദ പോയിന്റ്, ചില മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ഇസ് ഓൺലി ഫോർ MBBS പഠിച്ച ആൾക്കാർ. ഇനി അത് MBBS തന്നെ ആയിക്കൊള്ളണം എന്നില്ല, MBBS ആവാം, BDS ആവാം. അങ്ങനെ നമ്മൾ നീറ്റിലൂടെ ഡോക്ടർ ആകാനായിട്ട് എടുക്കുന്ന കുറേ കോഴ്സുകളില്ലേ, അത്തരത്തിലുള്ള ഏത് കോഴ്സുകളുടെ ബാച്ചുലർ ഡിഗ്രി എടുത്തവർക്കും മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് ചിലയിടത്ത് ഇവർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന രീതിയിൽ റെസ്ട്രിക്റ്റഡ് ആണ്. അല്ലാതെ ജനറൽ ആയിട്ട് ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും MHA എടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എയിംസിൽ പോലും MHA എന്ന് പറയുന്ന കോഴ്സുണ്ട്. അതെല്ലാം എല്ലാവർക്കും എടുക്കാം എന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള കോഴ്സുകളല്ല. അപ്പോൾ അത് നമ്മൾ എലിജിബിലിറ്റി എന്താണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മാസ്റ്റർ ഡിഗ്രി തരത്തിൽ വേറൊരു കോഴ്സ് കിടക്കുന്നത് MPH ആണ്, മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത്. അത് പബ്ലിക് ഹെൽത്ത് കോഴ്സ് ഓൾ ടുഗദർ അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ ഈ MPH നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്ന ചില സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ചില സിലബസുകൾ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കോഴ്സിൻ്റെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞത് കേട്ടോ. ഇനി വരുന്നതെന്ന് പറയുന്നത് ഡിപ്ലോമോ കോഴ്സുകൾ. ഈ ഡിപ്ലോമോ കോഴ്സുകൾ തന്നെ പലതരത്തിലുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിപ്ലോമകളുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിപ്ലോമകൾ. അതെല്ലാം ഈ ഡിപ്ലോമോ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമോ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന കോഴ്സുകളാണ്. ഇനി വേറൊന്നുള്ളത് PG ഡിപ്ലോമോയാണ്, അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമോ പ്രോഗ്രാമുകൾ. ഈ പ്രോഗ്രാമുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബാച്ചുലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ നോക്കുമ്പോഴത്തേനും അണ്ടർ ഗ്രാജുവേഷനിൽ ഡിപ്ലോമോ കോഴ്സ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിപ്ലോമോ കോഴ്സ് എടുത്തിട്ടുള്ളവർക്കും PG ഡിപ്ലോമോ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് നോക്കാം. ഈ ഒരു കോഴ്സ് പഠിച്ച ആൾ സ്വാഭാവികമായിട്ട് എവിടെയാണ് ജോലി കിട്ടാനായിട്ട് എക്സ്പെക്ട് ചെയ്യുക? ഹോസ്പിറ്റൽസിൽ അല്ലേ. ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള ജോലികളാണ് ഇവർ ചെയ്യേണ്ടി വരിക? ഒന്നെന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യണം. പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നേഴ്സുമാരും ഡോക്ടർമാരും ചെയ്യുന്നതല്ലേ, ഇതെന്താണ് ഈ പുറത്തുനിന്ന് ഒരാൾ ഈ ഒരു പരിപാടി ചെയ്യേണ്ടി വരുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും കിടന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എല്ലാ ദിവസവും 1-2 ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും, എല്ലാം ഓക്കെ അല്ലേ, നിങ്ങൾ ഹാപ്പി ആണല്ലോ അല്ലേ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ, കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതൊരു പേഷ്യൻ്റ് എല്ലാ തരത്തിലും ഹാപ്പിയാണ്. പേഷ്യൻറ്റിനേക്കാൾ ഉപരി ഒരു ഹോസ്പിറ്റലിൽ ഹാപ്പി ആകേണ്ടത് പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന, എല്ലാം ഓക്കെ ആണോ എന്ന് ശ്രദ്ധിക്കുന്ന, ഇനി എന്തെങ്കിലും അവിടെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എങ്കിൽ അത് വരുത്തുന്ന, അപ്പോൾ അവിടെ ഒരു പേഷ്യൻ്റ് കെയർ മാനേജ്മെൻ്റ് എന്ന് നമുക്ക് പറയാം, ആ ഒരു ജോണർ ഓഫ് വർക്ക് വരും. പിന്നെ വേറൊന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ റിസപ്ഷൻ എന്ന് പറയില്ലേ,
അപ്പോൾ അവിടെ ഒരാൾ വരുമ്പോഴത്തേനും ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കേസ് ഫയൽ എടുത്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന അങ്ങനെ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് തരത്തിലുള്ള കുറച്ച് ജോലികളുണ്ട്. ആ തരത്തിലുള്ള ജോലികളിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഡോക്ടർമാരുടെയും അതുപോലെ നഴ്സുമാരുടെയും ഒക്കെ അവരുടെയൊക്കെ ഡെയിലി റോസ്റ്റർ കറക്റ്റായിട്ട് നോക്കി അവർക്ക് വർക്ക് അലക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന അത്തരത്തിലുള്ള ഒരു HR-ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയും ഇവർ ചെയ്യേണ്ടി വരും. പിന്നെ ഈ കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഫൈനാൻസും മാനേജ്മെൻറ്റും കുറച്ച് ലോ ആൻഡ് എത്തിക്സും പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റമില്ലേ ഡാറ്റ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ക്വാളിറ്റി പോളിസികൾ ഒക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട ഏരിയകൾ, പിന്നെ കുറച്ച് ലീഡർഷിപ്പ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുക. അപ്പോൾ ഈ ഏരിയകൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ ഓഫ് ഹോസ്പിറ്റൽസിലാണ് നമുക്ക് മെയിൻലി വർക്ക് കിടക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ജൂനിയർ ലെവൽ ജോലികൾക്ക് ഒരു ഹോസ്പിറ്റൽ പോലും നമ്മളോട് ഇന്ന സർട്ടിഫിക്കേഷൻ നിർബന്ധമായും വേണം എന്ന് പറയുന്നില്ല. ദിസ് ഈസ് ലൈക്ക് മറ്റേ ഏവിയേഷൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പൊരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. BBA ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോഴത്തേനും BBA ഏവിയേഷൻ എടുത്തവരെ മാത്രമേ ഇവിടേക്ക് എടുക്കുള്ളൂ എന്ന് ഒരു ഏവിയേഷൻ കമ്പനിയും നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞത് കണക്ക് ഇതിൻ്റെ ജൂനിയർ ലെവൽ ഓഫ് വർക്കിൽ എൻ്റർ ചെയ്യാൻ, അതായത് ഫ്രണ്ട് ഓഫീസ് മാനേജ് ചെയ്യാനോ അതല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനോ ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചാൽ മാത്രമേ ഈ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യാവൂ എന്നൊരു നിർബന്ധമില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഒക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ ഏരിയയിലേക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണം ആൻഡ് വി ആർ ടിപ്പിക്കലി ലുക്കിംഗ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോട് ദോഷമൊന്നുമില്ല. പക്ഷെ ദിസ് ഇസ് നോട്ട് മാൻഡേറ്ററി. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. കാരണം ചില സ്ഥലങ്ങളിലെങ്കിലും ഈ കോഴ്സ് പഠിച്ചാൽ മാത്രമാണ് ഹോസ്പിറ്റലുകളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക എന്നൊരു ധാരണ കുട്ടികളിലേക്ക് ആരൊക്കെയോ പകർന്നു കൊടുക്കുന്നുണ്ട്. അതൊരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ക്വാളിഫിക്കേഷൻ നോക്കി മാത്രം ജോലിക്ക് ആളുകളെ എടുക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അത് ഏതാണെന്നറിയോ? സീനിയർ റോളുകളിലേക്കാണ്. ആ സീനിയർ റോള് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ നീറ്റ് എഴുതി ഡോക്ടർ ആകാനായിട്ട് നമ്മൾ എടുക്കുന്ന കോഴ്സുകൾ, അതായത് MBBS അല്ലെങ്കിൽ BDS, ആയുർവേദ, വെറ്റിനറി, ആ കാറ്റഗറി വരുന്ന ഏത് കോഴ്സുകൾ എടുത്തവർക്കും ചെയ്യാൻ പറ്റുന്ന മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ആൾക്കാരെ മാത്രം ടിപ്പിക്കലി നോക്കുക. നമ്മൾ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള പൊസിഷനാണ്. ആ പൊസിഷനിലേക്ക് ഈ പറയുന്ന ഒരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ഡിപ്ലോമോയോ അല്ലെങ്കിൽ ഒരു ബാച്ചുലർ ഡിഗ്രിയോ എടുത്ത ആളെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാറില്ല. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ഒരു സീനിയർ പൊസിഷൻ വേറെ വി ഹാവ് ടു മാനേജ് ദ ഡോക്ടേഴ്സ്. അപ്പോൾ അതൊരു ഡയറക്റ്റ് ആയിട്ടൊരു ജൂനിയർ ലെവലിൽ ആളെ പിടിച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുമോ? സോ ഒന്നുകിൽ ഈ പറയുന്ന ഡിപ്ലോമോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ, ബാച്ചുലർ ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ ഫ്രം ദ സ്ക്രാച്ച് വർക്ക് ചെയ്യാൻ വില്ലിങ് ആവണം. എന്നാലേ നിങ്ങൾ മുകളിലോട്ട് വരുള്ളൂ. അല്ലാതെ ആദ്യമേ തന്നെ ആ സീനിയർ പൊസിഷൻ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്കാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്ന ധാരണയോടുകൂടി ദയവ് ചെയ്ത് ലക്ഷക്കണക്കിന് പൈസ മുടക്കിയിട്ട് ഈ കോഴ്സിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാതിരിക്കുക. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുന്ന കോഴ്സുകളാണ്. എനിക്കൊരു കോഴ്സിനോട് ഒരു വിരോധവും ഇല്ല കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഏത് കോഴ്സ് നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ സ്കിൽ സെറ്റിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും ജോലി കിട്ടാത്തതും. ഈ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ട് മാത്രം ആ ഒരു മേഖലയിൽ ജോലി കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി ലക്ഷങ്ങൾ ചെലവാക്കുന്നതിന് മുൻപ് ഇതൊന്ന് കേട്ട് ആലോചിച്ച് നോക്കൂ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഏതൊരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ആയാലും മാനേജ്മെൻറ്റ് ജോബ് ആയാലും നമുക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാ ആലോചിച്ച് നോക്കൂ. നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, നല്ല ഇൻ്റർപേഴ്സണൽ സ്കിൽസ് നമുക്ക് വേണം, കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ലീഡർഷിപ്പ് സ്കിൽസ് വേണം, അതുപോലെ തന്നെ ടീമിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ആ ടീമിൻ്റെ ഒരു പാർട്ടായിട്ട് നിൽക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഏത് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓർ മാനേജ്മെൻറ്റ് ജോബ്സിന് നിർബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഏതൊക്കെ കോഴ്സുകളെ കുറിച്ച് സംശയമുള്ളത് എനിക്കറിയാം. ഈ വീഡിയോ ഒരുപാട് നാളുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു കോണ്ടന്റ് ആയിരുന്നു അത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.